ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ മന്തിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് കുറേ യൂട്യൂബ് ചാനൽസിലൊക്കെ കണ്ടിട്ടുണ്ട്. ഞാനും മുമ്പ് കുറേ രീതിയിലൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്, അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യസ്തമായിട്ട് എൻ്റേതായ രീതിയിൽ കുറേ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് ഞാൻ ഈ ഒരു ചിക്കൻ മന്തി ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ചെയ്തപ്പോൾ എല്ലാവർക്കും വളരെയധികം ഇഷ്ടമായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് ആ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിട്ടുള്ള ഒരു ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ ചിക്കന് ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ വാർന്നെടുത്ത് വെച്ചിട്ടുണ്ട്. പൊട്ടും വെള്ളം ഉണ്ടാകരുത് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ നിങ്ങൾക്ക് വലിയ ചിക്കൻ പീസസ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പോൾ ഒന്ന് വരഞ്ഞു കൊടുക്കണം കേട്ടോ ഒരു ചിക്കൻ പീസസിലോട്ട്, അതിലോട്ട് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് കുറച്ച് ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 1/4 കപ്പോളം ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. ഇതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലോട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞതും പുതിനയില അരിഞ്ഞതും, 2 ചെറുതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ. മല്ലിയില ഒരു 1/4 കപ്പോളം എടുത്തിട്ടുണ്ട്, പുതിനയില ഒരു 2 ടേബിൾ സ്പൂൺ, അത്രയും മതി. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂണ് ക്യൂമിൻ, നമ്മുടെ ചെറിയ ജീരകം, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അങ്ങനെ സ്പൈസസ് കൂടുതൽ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഗരം മസാല പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലോട്ട് ഒരു 2 ഏലക്കയും ഒരു 2 ഗ്രാമ്പു, അതുപോലെ ഒരു ചെറിയ കഷ്ണം പട്ട, ഇതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നില്ല, കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 2-3 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് എരിവിനനുസരിച്ച് അത് മാറ്റം വരുത്താം. അപ്പോൾ ഞാനൊരു 2 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആ ഒരു ചിക്കനിലോട്ടൊക്കെ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു ലൈറ്റ് കളറിൽ കാണുമ്പോൾ നമുക്ക് അത്ര രസമായിട്ട് തോന്നുന്നില്ല. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാല പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ ഉപ്പ് പിന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ നോക്കിയിട്ട്. അപ്പോൾ ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ മാഗിയുടെ ചിക്കൻ സ്റ്റോക്ക് ഇതുപോലുള്ളത് 2 എണ്ണം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ 1/2 കിലോ ചിക്കനും 1/2 കിലോ റൈസും എന്ന രീതിയിലാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അപ്പോൾ അതിലോട്ട് 2 ചിക്കൻ സ്റ്റോക്ക് മതി. ഇതുപോലുള്ള ഒരു ബോക്സിനകത്ത് ഇതുപോലെ 2 എണ്ണം ഉണ്ടാവും കേട്ടോ, സാധാരണ അങ്ങനെയാണ് വരാറുള്ളത്. ഇനി നമുക്കിതിലോട്ട് എണ്ണ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഒരു 3/4 കപ്പോളം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല, നമുക്ക് പിന്നീട് വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിത് ഒരു 1/2 മണിക്കൂറോളം ഇത് മാറ്റി വെക്കാം കേട്ടോ, ഈ ഒരു മസാലയൊക്കെ പിടിക്കാനായിട്ട്. എന്നിട്ട് നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിത് 1/2 മണിക്കൂറോളം ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇത് 1/2 മണിക്കൂറോളം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഏത് പാത്രത്തിലാണ് ആ ഒരു പാത്രത്തിൽ തന്നെ വെച്ചാൽ മതി. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനും കൂടി സൗകര്യം ഉള്ളൊരു പാത്രം തന്നെ ആദ്യം വെക്കുക കേട്ടോ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ. പിന്നെ നമ്മൾ 2 സൈഡും ഒന്ന് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കുക. അപ്പോൾ ഇത് നന്നായി മൊരിയിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഇതിൽ നിന്നും എണ്ണ കുറച്ചൊന്ന് മാറ്റിയെടുക്കണം. ഒരു ഓൾമോസ്റ്റ് ഒരു പകുതി ഉള്ള ഇതിൽ ബാലൻസ് വന്നിട്ടുള്ള എണ്ണയിൽ നിന്നും പകുതിയോളം നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. ഓൾറെഡി നമ്മൾ ചേർത്ത് കൊടുത്ത എണ്ണ ഉണ്ടാകില്ല, നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്തല്ലോ. അപ്പോൾ ബാലൻസ് ഉള്ള എണ്ണയിൽ നിന്നും നമുക്ക് കുറച്ച് എണ്ണ ഒന്ന് മാറ്റി വെക്കാം. അത് അവസാനം ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇട്ട് കൊടുക്കാനാണ്. ഓക്കെ, അപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം.
ഇനി നമുക്ക് റൈസ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഓൾറെഡി റൈസ് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ 1/2 കിലോ റൈസാണ് കേട്ടോ വേണ്ടത്. 2.5 കപ്പ് അരിയാണ്. അപ്പോൾ ഞാൻ സാധാരണ നമ്മുടെ നെയ്ച്ചോറിൻ്റെ അരിയാണ് കേട്ടോ, ജീര റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ബസ്മതി റൈസ്, മന്തി റൈസൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ അതൊന്നും എൻ്റെ കയ്യിലില്ലാത്ത കൊണ്ട് തൽക്കാലം ഞാൻ ജീര റൈസ് വെച്ചിട്ട് ചെയ്തതേ ഉള്ളൂ കേട്ടോ, നെയ്ച്ചോറിൻ്റെ അരി. അപ്പോൾ ഇത് നല്ലോണം വേഗണ്ട. ഏത് അരിയാണെങ്കിലും 80% അല്ലെങ്കിൽ ഒരു 90% വേവ് എന്ന രീതിയിൽ വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഒന്ന് വാർത്തെടുക്കാറാണ് കേട്ടോ പതിവ്. ഇങ്ങനെ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ വാർത്തെടുക്കുന്നതാണ്, വറ്റിച്ചെടുക്കുന്നതല്ല. അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ടൊക്കെ ഇതുപോലെ ഇട്ട് കൊടുക്കുക. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ബിരിയാണിക്കും മറ്റും ഇങ്ങനെ ഫുള്ളായിട്ട് തന്നെ ഇങ്ങനെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ, ലെയറായിട്ടൊന്നും വേണ്ട. പിന്നെ ഇതിലോട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച എണ്ണ, ആ ഒരു ഫ്രൈ ചെയ്ത് വെച്ച എണ്ണ ജസ്റ്റ് ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ച് കൊടുക്കുക. ഫുള്ളായിട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ റൈസ് വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ച് കൊടുത്തത്. അപ്പം നമ്മൾ മസാലയിലോട്ട് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല, ഓൾറെഡി ചിക്കൻ സ്റ്റോക്കിൽ ഉപ്പുള്ളത് കൊണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഗ്രീൻ ചില്ലി ഒന്ന് കുത്തി കൊടുക്കാം. ഒരു 6 or 7 ഗ്രീൻ ചില്ലിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കാം കേട്ടോ. വലിയ ഗ്രീൻ ചില്ലിയൊക്കെ ആണെങ്കിൽ, പച്ചമുളകാണെങ്കിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം 2ആയിട്ട്. അല്ലെങ്കിൽ ഇതുപോലെ ഇതിൻ്റെ താഴ്ഭാഗം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കീറി കൊടുത്തിട്ട് ഒന്ന് കുത്തി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ കുത്തി കൊടുക്കുമ്പോൾ ഇതൊരു 10 മിനിറ്റ് ചെറിയ തീയിൽ വെച്ചിട്ടൊന്ന് ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് വേവിക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു പച്ചമുളകൊന്ന് വാടി വരുമ്പോഴേക്കും നല്ലൊരു സ്മെല്ലാണ്. അതുപോലെ കുറച്ച് എരിവും കൂടെ കയറി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിലോട്ടൊന്ന് സ്മോക്കി ഫ്ലേവർ ഒന്ന് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചാർക്കോൾ, നല്ല ചൂടായിട്ടുള്ള ചാർക്കോളാണ് കേട്ടോ. അപ്പോൾ അതിലോട്ട് എണ്ണ ചേർത്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ സ്മോക്ക് വരും, പുക വരും. അപ്പോൾ ഇത് ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മൂടി കൊടുക്കുക. അപ്പോൾ സ്മോക്കി ഫ്ലേവർ നമുക്ക് കിട്ടും ഈ ഒരു മന്തിയിലോട്ട്. എന്നിട്ട് ഇതൊരു 10 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലോട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ടൊമാറ്റോ ചട്നി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 2 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്, പിന്നെ 2 ഗ്രീൻ ചില്ലി, പിന്നെ ഒരു 3-4 വെളുത്തുള്ളി, പിന്നെ കുറച്ച് മല്ലിയില. അപ്പോൾ ഇത്രയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഈ ഒരു ചട്നി. പച്ചമുളക് 2-3 ചേർത്ത് കൊടുക്കാം. അതുപോലെ 4-5 വെളുത്തുള്ളി, കുറച്ച് മല്ലിയില. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, ക്യൂമിൻ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വെള്ളമൊന്നും ചേർക്കണ്ട, ഒന്ന് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ നമുക്കിത് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചട്നിയും റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു ചട്നിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇതിങ്ങനെ സൈഡ് ഡിഷായിട്ട് നമുക്ക് ഇതിലോട്ട് കഴിക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കും ചട്നി കേട്ടോ. അപ്പോൾ നമ്മുടെ മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇതൊക്കെ ഒന്ന് മാറ്റാം. പിന്നെ അതുപോലെ നമ്മുടെ ആ ഒരു പച്ചമുളകൊക്കെ ഒന്ന് മാറ്റാം കേട്ടോ. പച്ചമുളകൊക്കെ മാറ്റിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഞാൻ മുമ്പ് വേറൊരു രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ മന്തി. ഞാൻ കുറേ രീതിയിൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ മലബാർ അടുക്കള FB ഗ്രൂപ്പിൽ ഞാനൊരു ലൈവ് കുക്കിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ മന്തി ആയിരുന്നു കേട്ടോ ഞാൻ ചെയ്തത്. അപ്പോൾ അത് ട്രൈ ചെയ്തിട്ട് കുറേ പേര് നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ കുറച്ചൊന്ന് മാറ്റം വരുത്തിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ. നമ്മൾ സാധാരണ ഗരം മസാല, ചില്ലി പൗഡറൊന്നും ചേർത്ത് കൊടുക്കാറില്ല. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള മന്തിയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ലൊരു റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.